ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇന്ന് നമ്മുടെ 6ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ 5 ക്ലാസ്സും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടെന്നും പഠിക്കുന്നുണ്ടെന്നും ഒക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ, ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവുക. ഇതിൻ്റെ കൂടെ മാക്സിമം എത്ര നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്സ് മനസ്സിലാക്കിയിട്ട് അത് മാത്രം ഡെയിലി പഠിച്ച് റിവൈസ് ചെയ്ത് അങ്ങനെ പോവാം. ഒരു സ്മാർട്ട് സ്റ്റഡി നടത്തി മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കധികം ഡിലേ ഒന്നുമില്ലാതെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? കാനിങ് പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു. ഇന്ത്യയിൽ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച ഭരണാധികാരി കാനിങ് പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. അപ്പൊ നമുക്ക് ദത്തവകാശം എന്ന് എഴുതാണെങ്കിൽ ഡി അല്ലെ, ഡിയിൽ എഴുതാം. അതുപോലെ ഡൽഹൌസി, അതും ഡി. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കണം. ഇതാ വെച്ചിട്ടാണ് ദത്തവകാശം ഡൽഹൌസിന്നോ അങ്ങനെ എങ്ങനെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്യുക. ദത്തവകാശം നടപ്പിൽ വരുത്തിയത് ഡൽഹൌസിയും ഈ നിയമം പിൻവലിച്ച ഭരണാധികാരി കാനിങ് പ്രഭുവുമാണ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് കാനിങ് പ്രഭുവിന്റെ കാലത്താണ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് കാനിങ് പ്രഭുവിന്റെ കാലത്താണ്. ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചത് റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചത് ആരാണ്? റിപ്പൺ പ്രഭു. ഇതിങ്ങനെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കിടന്നതാണ്. അതിനകത്ത് തെറ്റും ശരിയും ഒക്കെ വേർതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ സ്റ്റേറ്റ്മെന്റിൽ തെറ്റൊക്കെ മാറ്റിയിട്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ്. അതിനകത്ത് ഇൽബർട്ട് ബില്ല് റിപ്പൺ പ്രഭു അല്ല അതിനകത്ത് തന്നത്. അതായിരുന്നു അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പഠിച്ചു വെക്കണേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വാക്കിന് പകരം INCയുടെ എന്നും ചോദിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആര്? ബദറുദ്ദീൻ തയാബ്ജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തയാബ്ജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. C ശങ്കരൻ നായർന്നും കാണാം. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ വർഷം ഏത്? 1924. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ വർഷം 1924. ചൈനീസ് വിപ്ലവത്തിന്റെ ഭാഗമായി മാവോ സേതുങ് ലോങ് മാർച്ച് നടത്തിയത് എന്ന്? 1934. ചൈനീസ് വിപ്ലവത്തിന്റെ ഭാഗമായി മാവോ സേതുങ് ലോങ് മാർച്ച് നടത്തിയത് 1934. 1911 ചൈനീസ് വിപ്ലവം നയിച്ചത് ആരാണ്? ഡോക്ടർ സന്യാത് സെൻ. 1911 ചൈനീസ് വിപ്ലവം നയിച്ചത് ഡോക്ടർ സന്യാത് സെൻ. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ഏത് വർഷം? 1921. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1921. ചൈനയിലെ ആഭ്യന്തര യുദ്ധം നടന്നത് ആർക്കിടയിലാണ്? കുമിന്താങ്ങുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടയിലാണ് ചൈനയിലെ ആഭ്യന്തര യുദ്ധം നടന്നത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഇബ്രാഹിം ലോധിയെ. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയത് ഇബ്രാഹിം ലോധിയെയാണ്. ബക്സാർ യുദ്ധം 1764 നടന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഇന്ത്യൻ സഖ്യകക്ഷികൾക്കും ഇടയിലാണ്. ബക്സാർ യുദ്ധം 1764 നടന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഇന്ത്യൻ സഖ്യ കക്ഷികൾക്കും ഇടയിലാണ്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ഖണ്വ യുദ്ധത്തിൽ ബാബറോട് ഏറ്റുമുട്ടിയത് റാണ സംഗ. ഖണ്വ യുദ്ധത്തിൽ ബാബറോട് ഏറ്റുമുട്ടിയത് റാണ സംഗ. സാമൂഹ്യ പരിഷ്കർത്താവായ വൈകുണ്ഠസ്വാമികൾ ജനിച്ച സ്ഥലം ഏതാണ്? ശാസ്താം കോവിൽ വിള. സാമൂഹ്യ പരിഷ്കർത്താവായ വൈകുണ്ഠസ്വാമികൾ ജനിച്ച സ്ഥലം
ശാസ്താം കോവിൽ വിള. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. അഖില തിരുട്ട്, അരുൾനൂൽ എന്നിവ ആരുടെ പ്രധാന കൃതികളാണ്? വൈകുണ്ഠസ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കൃതികളാണ് അഖില തിരുട്ട്, അരുൾനൂൽ. വൈകുണ്ഠസ്വാമികളുടെ വിശ്വാസ പ്രമാണം അറിയപ്പെടുന്നത് അയ്യാ വഴി. വൈകുണ്ഠസ്വാമികളുടെ വിശ്വാസ പ്രമാണം അറിയപ്പെടുന്നത് അയ്യാ വഴി. ഇത് സ്റ്റേറ്റ്മെന്റിന് അതേപോലെ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ റെപ്പിറ്റേഷൻ വരുന്നത്. ഒരാളെ തന്നെ 4-5 പോയിന്റ്സ് ഒക്കെ വരുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് എടുക്കുന്നതുകൊണ്ടാണ്. കോവിഡിനുള്ള പ്രതിരോധ മരുന്നായ കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏത്? ഭാരത് ബയോടെക്. കോവിഡിനുള്ള പ്രതിരോധ മരുന്നായ കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏത്? ഭാരത് ബയോടെക്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ്. അപ്പൊ നമുക്ക് തോന്നും വടക്ക് തെക്കല്ലേ, അപ്പം നോർത്തിങ്സ് ആയിരിക്കും. സൗത്തിങ്സ് എന്ന സംഭവം ഇല്ല, പക്ഷെ നമുക്ക് തോന്നും അല്ലേ നോർത്തിങ്സ് ആയിരിക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ടത് നോർത്ത് ടു സൗത്ത് വരുന്നത് ഈസ്റ്റിങ്സ് ആണെന്ന്. അതുപോലെ തന്നെ ഈസ്റ്റ് ടു വെസ്റ്റ് വരുന്നത് നോർത്തിങ്സും ആണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് PSC ഇത് പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. ഇനി വരുമ്പോൾ തെറ്റിക്കരുത്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകളാണെന്ന് ഓർത്തു വെക്കണേ. ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ്. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്ന ഭൗമ ഏജന്റ് ഏതാണ്? കാറ്റ്. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് കാറ്റ്. 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 12 മണിക്കൂർ 25 മിനിറ്റ്. 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം 12 മണിക്കൂർ 25 മിനിറ്റ് ആണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ. മാർബിൾ ഏതുതരം ശിലയ്ക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. ബെറിംഗ് കടലിടുക്ക് വഴി തെക്കോട്ട് ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏത്? ഒയാഷിയോ. ബെറിംഗ് കടലിടുക്ക് വഴി തെക്കോട്ട് ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഒയാഷിയോ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഏതൊരു പഞ്ചവത്സര പദ്ധതി എടുത്താലും നമുക്ക് അതിൽ 3 ലക്ഷ്യങ്ങൾ ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഒന്ന് GDP വളർച്ചയാണ്. അത് നമുക്ക് ഒന്നുകിൽ സാമ്പത്തിക വളർച്ച എന്നോ അല്ലെങ്കിൽ ആധുനികവൽക്കരണവും തന്നാലും അത് ശരിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആൻഡ് സാമൂഹിക നീതി, ഇത് രണ്ടും ഒന്നിച്ച് വേണമെങ്കിൽ തരാം, ഇല്ല ഏതെങ്കിലും ഒന്ന് തരാം. അതുപോലെ തന്നെ സ്വാശ്രയത്വം. ഓക്കെ, അപ്പൊ എത്രയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ഏത് പഞ്ചവത്സര പദ്ധതി എടുത്താലും ഇങ്ങനൊരു ലക്ഷ്യം അതിനുണ്ടാവും. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടിരുന്നു? ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട്. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടിരുന്നു? ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട്. നമുക്ക് ഇത് ഓർത്തു വെക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ചാൽ മതി. പഞ്ചാബ് എന്നായിരിക്കും നമ്മൾ എന്താ പറയുക, അവിടെ കുറെ ഗോതമ്പ് കൃഷി ചെയ്തിട്ടുണ്ടാവും. ആന്ധ്രയിൽ നിന്ന് നമുക്ക് അരി വരുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് അരി വരുന്നതൊക്കെ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ ഈ 3 സംസ്ഥാനങ്ങളെ ഓർത്തു വെക്കണം. കാർഷിക രംഗത്ത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം ഏത് വിപ്ലവത്തിന്റെ ഫലമാണ്? ഹരിത വിപ്ലവത്തിന്റെ ഫലം. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ച വർഷം 1991. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ച വർഷം 1991. ചുണ്ണാമ്പ് കല്ല് അവസാദശിലയ്ക്ക് ഉദാഹരണമാണ്. ചുണ്ണാമ്പ് കല്ല് അവസാദശിലയ്ക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഖാരിഫ് വിളകളുടെ എക്സാമ്പിൾസ് നോക്കാം.
ഇതിൽ നെല്ല്, ചോളം, ബജ്ര, റാഗി, സോയാബീൻ, നിലക്കടല, പരുത്തി, കരിമ്പ്, മഞ്ഞൾ ഇവയൊക്കെ വരും. ഇതിൽ കരിമ്പ് ചോദിക്കാറുണ്ട്, നെല്ല് ചോദിക്കാറുണ്ട്, നിലക്കടല, പരുത്തിക ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ റാബി വിളയ്ക്ക് ഉദാഹരണങ്ങളാണ് ഗോതമ്പ്, പയർ, ബാർലി, ലിൻസീഡ്, കടുക്, പുകയില എന്നിവ. അപ്പം റാബി വിളയ്ക്ക് പൊതുവെയുള്ള ഒരു കോഡാണ് ഗോപബാലിക പുകവലിക്കുന്ന. ഗോപബാലിക പുകവലിക്കും. അപ്പോൾ ഗോപ എന്ന് പറയുമ്പോൾ ഗോതമ്പും പയറും, ബാലിക ബാർലി, ലിൻസീഡ്, കടുക്. പുകവലിക്കുന്ന പുകയില. റാബി വിള കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഖാരിഫ് വിള കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഖാരിഫ് വിളയിൽ നെല്ലും കരിമ്പും നിലക്കടലൊക്കെ സ്ഥിരം വരുന്നതുകൊണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടല്ല. ഇതിങ്ങനെ കണ്ടും കേട്ടും നമുക്കത് ഒരു യൂസ്ഡ് ആയിട്ടുണ്ട് നമ്മൾ അതിനോട്. അപ്പം ഇല്ലാത്ത പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം, നല്ലപോലെ എഴുതി തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇതല്ലാതെ ഖാരിഫും റാബി അല്ലാതെ സെയ്ത് വിളകളുണ്ട്, അത് പഴവും പച്ചക്കറിയും മാത്രമാണ്. ഓക്കെ, IMFന്റെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായ ഇന്ത്യൻ വംശജ ആര്? ഗീത ഗോപിനാഥ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരം അധ്യക്ഷൻ എന്തിന്റെ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 15 15-ാം വകുപ്പാണ്. വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് 15-ാം വകുപ്പ്. 42-ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് സോഷ്യലിസ്റ്റ്. 42-ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് സോഷ്യലിസ്റ്റ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സർക്കാരിനെ കുറിച്ചും സംസ്ഥാന സർക്കാരിനെ കുറിച്ചാണെന്ന് കണക്ട് ചെയ്തിട്ട് സർക്കാരിയ കമ്മീഷനിലേക്ക് നമുക്ക് എത്താം. പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമ സംഹിത നിർദ്ദേശിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 44. ഇത് ഏക സിവിൽ കോഡിനെ കുറിച്ചാണ് പറയുന്നത്. പൊതുവായ സിവിൽ നിയമ സംഹിത എന്നൊക്കെ തരുമ്പോൾ നമുക്ക് ഏക സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 എന്നറിയുന്ന ഒരാളും തെറ്റിക്കും, അല്ലെങ്കിൽ അയാള് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമ സംഹിത നിർദ്ദേശിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 44. ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിൽ. ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിൽ. അപ്പൊ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പ് അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകമായിട്ട് രോഗം വന്നതായിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടില് കോഴിക്കോട് ജില്ലയിൽ നിപ്പ വന്നു. അപ്പൊ നിപ്പ വന്നപ്പോൾ നമുക്കത് വേറെ സ്റ്റേറ്റിനെ ഏൽപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഇല്ല, നമ്മളെ സ്റ്റേറ്റ് തന്നെ അത് എന്ത് ചെയ്യണം? പരിഹരിച്ചെടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരാമെന്ന് ഓർത്ത് വെക്കുക. ഒരിക്കലും യൂണിയൻ ലിസ്റ്റിൽ പോയി എഴുതരുത്. രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷ പദം വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷ പദം വഹിക്കുന്നത് ഉപരാഷ്ട്രപതി. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റാൻ പാർലമെന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റാൻ പാർലമെന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ലോക്സഭയിൽ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. ലോക്സഭയിൽ അംഗമാവാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. രാജ്യസഭയിൽ അംഗമാവാനോ 30 വയസ്സ്. രാജ്യസഭയിൽ 30 വയസ്സ്. രാഷ്ട്രപതി ആവാൻ 35 വയസ്സ്. രാഷ്ട്രപതിയാകാൻ 35 വയസ്സ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ മത്സരിക്കാൻ 21 വയസ്സാണ് കുറഞ്ഞ പ്രായപരിധി. വോട്ട് ചെയ്യാനോ? വോട്ട് ചെയ്യാൻ 18 വയസ്സ് പൂർത്തിയാവുക. ലോക്സഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. ലോക്സഭയുടെ കാലാവധി 5 വർഷം. രാജ്യസഭയുടേതോ? രാജ്യസഭയുടെ കാലാവധി ഇല്ല. ഓക്കെ, രാജ്യസഭ അംഗത്തിന് കാലാവധി ഉണ്ട്, പക്ഷെ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. അതൊരു സ്ഥിരം സഭയാണ്. അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതി സ്നേഹസ്പർശം.
അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതി സ്നേഹ സ്പർശം. അല്ലെ, അവര് സ്നേഹത്തോടു കൂടി ഒരു സ്പർശനം അവർ അർഹിക്കുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കണം അല്ലെ. അവിവാഹിതരായ അമ്മമാർ എന്ന് പറയുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവരെ ഒരു സ്നേഹത്തോടു കൂടി ഒന്ന് തലോടേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ആ രീതിയിൽ നമുക്കത് കണക്ട് ചെയ്യാം. സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്ന ഭരണഘടനാ പദവി ഏതാണ്? അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്ന ഭരണഘടനാ പദവി അഡ്വക്കേറ്റ് ജനറൽ. ഇപ്പൊ കേന്ദ്ര സർക്കാരിനാണെങ്കിലോ അത് അറ്റോർണി ജനറലായി മാറും. കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്ന ഭരണഘടനാ പദവി അറ്റോർണി ജനറൽ ആണ്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ്. നിലവിൽ വന്നിട്ടില്ല, പക്ഷെ അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ബില്ല് പാസ്സാക്കിയിട്ടില്ല, പക്ഷെ അത് പരിഗണനയിലാണ്. 2005 പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം പദ്ധതിയുടെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു. 2006 മുതലാണ് പദ്ധതി നടപ്പാക്കി തുടങ്ങിയത്. 2008 എല്ലാ ജില്ലകളിലേക്കും അത് വ്യാപിച്ചത്. 2009 അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പേരിട്ടു. 2009 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിട്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇന്നത്തോടു കൂടി നമ്മൾ 300 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇനിയും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കുറച്ചുകൂടി അധികം സമയം എടുത്ത് പഠിക്കാനൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.